നമസ്കാരം. ഇത് ഉമർ ഖാലിദ് 2020 സെപ്റ്റംബർ 13 മുതൽ 6 വർഷമായി ജയിലിലാണ്. വിചാരണ പോലുമില്ലാത്ത അനന്തമായ ഒരു കേസിൽ 6 വർഷം. 6 വർഷം എന്ന് പറഞ്ഞാൽ 2 കൊല്ലം കൂടി കൂട്ടിയാൽ ഒരു ജീവപര്യന്തം കാലം ജയിലിൽ. എന്താണ് കാരണം? പൗരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. അതിന് പിന്നാലെ കേന്ദ്ര BJP സർക്കാരും അവരുടെ പോലീസും ഉമർ ഖാലിദിനെ അറസ്റ്റ് ചെയ്തു. ചുമത്തപ്പെട്ട കുറ്റങ്ങൾ UAPA പ്രകാരമുള്ള ഭീകര പ്രവർത്തന ഗൂഢാലോചന, കൊലപാതക ശ്രമം, മതവിദ്വേഷം വളർത്തൽ, കലാപം, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ. ഡൽഹി കലാപം ആസൂത്രണം ചെയ്ത പ്രധാന ഗൂഢാലോചകരിൽ ഒരാളാണെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇത്ര നാളായിട്ടും എന്താണ് കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ? അതൊക്കെ പിന്നീടല്ലേ. ഇപ്പോഴും വിചാരണ പോലും ആരംഭിക്കാത്ത ഒരു ജയിൽ ജീവിതം പക്ഷേ അവിടെ തുടരുകയാണ്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും വിചാരണ ആരംഭിച്ചിട്ടില്ല എന്നത് മനുഷ്യാവകാശ സംഘടനകളുടെയും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരുടെയും പ്രതിഷേധ കാരണമായ ഒരു കാര്യം മാത്രമായി അവശേഷിക്കുകയാണ്. അതിനിടെ ജയിൽ ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അഭിമുഖ സംഭാഷണം ദ ഗാർഡിയൻ പ്രസിദ്ധീകരിച്ചു. വിചാരണ പോലുമില്ലാതെ 6 വർഷം ജയിലിൽ കഴിഞ്ഞ ഉമർ ഖാലിദിൻ്റെ ജീവിതകഥ എന്ന തലക്കെട്ടിലാണ് ദി ഗാർഡിയനിൽ റിക്കാർഡോ അൽക്കാരോ എഴുതിയ അഭിമുഖ ലേഖനം. ആ അഭിമുഖ ലേഖനം നിങ്ങളെ കേൾപ്പിക്കാം. ഉമർ ഖാലിദുമായി നടത്തിയ ആ സംഭാഷണ റിപ്പോർട്ട് നിങ്ങളെ കേൾപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ആ അഭിമുഖം മനസ്സിനെ പിടിച്ചുലക്കുന്നതാണ്. അതിൻ്റെ മലയാള പരിഭാഷ നമുക്ക് നോക്കാം. സൂര്യൻ അസ്തമിക്കാനൊരുങ്ങുന്ന സമയമാണ് ജയിലിലെ ഏറ്റവും കഠിനമായ നിമിഷം. ഡൽഹിയിലെ കുപ്രസിദ്ധമായ തിഹാർ ജയിലിലെ ആയിരക്കണക്കിന് തടവുകാരെ സന്ധ്യയാകുമ്പോൾ സെല്ലുകളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി ഇരുണ്ടതും ഈർപ്പമുള്ളതുമായ മുറ്റത്തേക്ക് നിർത്തും. ഇരുട്ട് പൂർണ്ണമായി വീഴുന്നതുവരെ അവിടെ തന്നെയാണ് കാത്തു നിൽക്കേണ്ടത്. ആ സമയത്താണ് തടവുകാരൻ നമ്പർ 62, 67, 14 മനസ്സിൽ വേദനയും നിസ്സഹായതയും പതിയെ കനക്കാൻ തുടങ്ങുന്നത്. എന്നാൽ അടുത്തിടെയാണ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അറിയുന്നത്. ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഒരു തടവറയിൽ കഴിയേണ്ടി വന്ന മറ്റൊരു രാഷ്ട്രീയ തടവുകാരൻ 1.5 നൂറ്റാണ്ടിലേറെ മുമ്പ് ഇതേ വികാരം തൻ്റെ ജയിൽ സ്മരണകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്ന്. ആ തടവുകാരൻ മറ്റാരുമല്ല, ലോകപ്രശസ്ത റഷ്യൻ എഴുത്തുകാരൻ ഫയദോർ ദസ്തയേവ്സ്കിയും തൻ്റെ ജയിൽ അനുഭവങ്ങൾ എഴുതുമ്പോൾ സന്ധ്യാസമയത്തെ ഈ മാനസികാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ഉമർ ഖാലിദ് അത് വിശദീകരിക്കുകയാണ്. ഒരുപക്ഷെ അപ്പോഴായിരിക്കാം മറ്റൊരു ദിവസം കൂടി ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന യാഥാർത്ഥ്യം മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങി വരുന്നത്. ജീവിതത്തിൻ്റെ ഒരു ദിവസം കൂടി തടവറയുടെ മതിലുകൾക്കുള്ളിൽ തീർന്നു എന്ന ബോധമാണ് അന്ന് ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. ഒരു വിദ്യാർത്ഥി നേതാവിൽ നിന്ന് രാജ്യവ്യാപക പ്രതിഷേധങ്ങളുടെ മുഖമായി തിഹാർ ജയിലിൻ്റെ ഉയർന്ന മതിലുകൾക്ക് പുറത്തേക്കിറങ്ങിയാൽ ഉമർ ഖാലിദ് എന്ന പേര് അറിയാത്തവർ ഇന്ത്യയിൽ വളരെ കുറവാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ അദ്ദേഹം ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. ആദ്യം ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ശക്തനായ വിദ്യാർത്ഥി നേതാവായി. പിന്നീട് 2019 രാജ്യത്താകെ പടർന്നു പിടിച്ച കേന്ദ്ര സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളുടെ മുഖമായി. നരേന്ദ്രമോദി സർക്കാരിനെ നേരിട്ട ഏറ്റവും വലിയ ജനകീയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു ആ സമരം. എന്നാൽ ഒരു വർഷം പോലും പിന്നിടുന്നതിന് മുമ്പ് 2020 സെപ്റ്റംബറിൽ എല്ലാം മാറിമറിഞ്ഞു. ഉമർ ഖാലിദ് അറസ്റ്റിലായി. ഡൽഹി കലാപത്തിൻ്റെ പ്രധാന ഗൂഢാലോചകൻ, രാജ്യത്ത് അക്രമത്തിലൂടെ ഭരണകൂടം അട്ടിമറിക്കാൻ ശ്രമിച്ചയാൾ, തീവ്രവാദി, ഇത്തരത്തിലുള്ള ഗുരുതര കുറ്റങ്ങൾ ചുമത്തപ്പെട്ടു. 2 ഇന്ത്യകൾക്കിടയിൽ കുടുങ്ങിയ ഒരാൾ. ഇന്നും ചില ദേശീയ ടെലിവിഷൻ ചാനലുകളിൽ രാത്രിയിലെ ചർച്ചകളിൽ ഉമർ ഖാലിദിൻ്റെ പേര് ഉയരും. ചില അവതാരകർ അദ്ദേഹത്തെ മുസ്ലിം തീവ്രവാദി, ദേശവിരുദ്ധൻ എന്നിങ്ങനെ വിശേഷിപ്പിക്കും. അതേസമയം മറ്റൊരു ഇന്ത്യയിൽ ജനാധിപത്യ അവകാശങ്ങൾക്കായി നടക്കുന്ന പ്രതിഷേധങ്ങളിൽ പ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ പേര് മുദ്രാവാക്യമായി മുഴക്കും. അദ്ദേഹത്തിൻ്റെ ചിത്രം അച്ചടിച്ച ടീഷർട്ടുകൾ ധരിച്ച് പ്രതിഷേധക്കാർ തെരുവിൽ ഇറങ്ങും. അങ്ങനെ ഒരേ രാജ്യത്ത് ഒരേ മനുഷ്യൻ 2 തികച്ചും വ്യത്യസ്ത പ്രതിച്ഛായകളായി ജീവിക്കുന്നു. വിയോജിപ്പിനെ അടിച്ചമർത്തുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രതീകം മനുഷ്യാവകാശ സംഘടനകളുടെയും പൗരാവകാശ പ്രവർത്തകരുടെയും കാഴ്ചപ്പാടിൽ ഉമർ ഖാലിദ് ഇന്നൊരാൾ മാത്രമല്ല. കഴിഞ്ഞ 12 വർഷമായി ഭരണത്തിലുള്ള BJP സർക്കാരിൻ്റെ കാലത്ത് അഭിപ്രായ വ്യത്യാസങ്ങളെയും വിമർശനങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന ചോദ്യത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം. മുസ്ലിമും ഇടതുപക്ഷ ചിന്താഗതിക്കാരനുമായ ഉമർ ഖാലിദ് ഇന്ത്യയെ മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൽ നിന്ന് ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാനുള്ള BJPയുടെ രാഷ്ട്രീയത്തെ ശക്തമായി വിമർശിച്ചു വന്ന ആളാണ്. രാജ്യത്തെ ഏകദേശം 20 കോടി മുസ്ലിങ്ങളെയും മറ്റ് ന്യൂനപക്ഷങ്ങളെയും സാമൂഹികമായും രാഷ്ട്രീയമായും ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം സർക്കാർ സൃഷ്ടിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. എന്നാൽ BJP ഇതെല്ലാം തള്ളിക്കളയുന്നു. മതത്തിൻ്റെ പേരിൽ ഒരു വിവേചനവും സർക്കാർ നടത്തുന്നില്ല എന്നാണ് അവരുടെ നിലപാട്. വിചാരണ പോലും ആരംഭിക്കാതെ 6 വർഷം. ഉമർ ഖാലിദ് വിചാരണ കൂടാതെ ജയിലിൽ കഴിയുന്നത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ പലതവണ വിമർശിച്ചിട്ടുണ്ട്. ഇത് നീതിയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് അവർ പറയുന്നത്. അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരം മേയർ സൊഹ്റാൻ മംദാനി വരെ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് സ്വന്തം കൈപ്പടയിൽ കത്തെഴുതിയിരുന്നു. ആ കത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ന്യൂസ് അറ്റ് ഹൗസിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ നടപടി ഇന്ത്യയിൽ രാഷ്ട്രീയ വിവാദത്തിനും കാരണമായി. എന്നാൽ BJPയുടെ നിലപാട് വ്യക്തമാണ്. ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ പൂർണ്ണമായും സ്വതന്ത്രമാണെന്നും ഉമർ ഖാലിദിനെതിരായ കേസ് രാഷ്ട്രീയ
പ്രേരിതമല്ല എന്നുമാണ് സർക്കാരിൻ്റെ വാദം. എന്നെ മനുഷ്യനായി പോലും കാണുന്നില്ല. ജയിലിലെ നിയന്ത്രണങ്ങൾ കാരണം ദി ഗാർഡിയൻ റിപ്പോർട്ടർ ഉമർ ഖാലിദിനെ നേരിൽ കാണാൻ കഴിഞ്ഞില്ല. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും കൈമാറിയത്. വർഷങ്ങളായി തൻ്റെ മേൽ ഉയരുന്ന ആരോപണങ്ങളും അതിനൊപ്പം ശക്തമായ പ്രചരണങ്ങളും നേരിട്ടുകൊണ്ടിരിക്കേണ്ടി വന്ന അനുഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ 38-കാരനായ ഖാലിദിൻ്റെ മറുപടി ഏറെ വേദന നിറഞ്ഞതായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മനുഷ്യനല്ലാതെയാകുന്നു. നിങ്ങൾ ഒരു ചിത്രമായി മാത്രമാണ് അവശേഷിക്കുക. ചിലർക്കത് നല്ല ചിത്രമായിരിക്കും, മറ്റു ചിലർക്കത് മോശം ചിത്രമായിരിക്കും. എന്നെ പിന്തുണയ്ക്കുന്നവരും പലപ്പോഴും മറന്നുപോകുന്നു. എനിക്കും ഭയങ്ങളുണ്ട്, ദൗർബല്യങ്ങളുണ്ട്, തെറ്റുകൾ സംഭവിക്കാം. വർഷങ്ങളായുള്ള ജയിൽ ജീവിതം എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ തകർത്തു. ഉള്ളിലെ ഉത്കണ്ഠകൾ എല്ലാം അതുകൊണ്ട് കൂടുതൽ ശക്തമായി മാറി. ഡൽഹിയുടെ തെക്ക് കിഴക്കൻ ഭാഗത്തുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ജാമിയ നഗറിലാണ് ഉമർ ഖാലിദ് വളർന്നത്. അവിടെ വളർന്ന ബാല്യകാലം അദ്ദേഹത്തെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ പ്രേരിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ഹിന്ദുത്വ രാഷ്ട്രീയം ശക്തിപ്പെടുന്നതിനനുസരിച്ച് സമൂഹം മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെടുന്നതും മുസ്ലിങ്ങൾ ക്രമേണ അവകാശങ്ങളും ആത്മാഭിമാനവും നഷ്ടപ്പെടുന്നതും താൻ നേരിൽ കണ്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ. മുസ്ലിങ്ങൾ കൂടുതൽ ഒറ്റപ്പെടുകയും സംശയത്തോടെ കാണപ്പെടുകയും ചെയ്യുന്ന കാലത്താണ് ഞാൻ വളർന്നത്. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളോട് അല്പമെങ്കിലും സംവേദനമുള്ള ഒരാൾക്ക് ഇതെല്ലാം കണ്ടിട്ട് നിശബ്ദനായി നിൽക്കാൻ കഴിയില്ല. ഈ അനുഭവങ്ങളാണ് അദ്ദേഹത്തെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് അടുപ്പിച്ചത്. ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഗവേഷണം നടത്തുന്നതിനിടെയാണ് ഉമർ ഖാലിദ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായത്. രാജ്യത്തെ ഏറ്റവും ശക്തമായ ചർച്ചകളും ആശയവിനിമയങ്ങളും നടക്കുന്ന ക്യാമ്പസുകളിൽ ഒന്നായിരുന്നു JNU. ഇടതുപക്ഷ ചിന്തകൾക്കും വിമർശനാത്മക അക്കാദമിക് സംസ്കാരത്തിനും പേരുകേട്ട സർവകലാശാല പിന്നീട് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രധാന ഇടമായി മാറി. 2016 JNUവിൽ നടന്ന ഒരു രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുത്തതിനെ തുടർന്ന് ഉമർ ഖാലിദിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. അതിനൊപ്പം ചില ദേശീയ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ദേശവിരുദ്ധൻ എന്ന മുദ്രകുത്തി വാർത്തകൾ നൽകി. അതാണ് ജീവിതത്തെ പൂർണ്ണമായി മാറ്റിമറിച്ച നിമിഷമെന്ന് അദ്ദേഹം പറയുന്നു. ആ സംഭവത്തിന് ശേഷം എൻ്റെ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ PhD പ്രബന്ധം സമർപ്പിക്കുന്നത് പോലും സർവകലാശാല തടയാൻ ശ്രമിച്ചു. എന്നാൽ കോടതിയെ സമീപിച്ച് അതിനെ മറികടന്നു അദ്ദേഹം. അതേ ഗവേഷണമാണ് പിന്നീട് പുസ്തകമായി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ. 2019 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത്. ആ നിയമം മുസ്ലിങ്ങളെ വേർതിരിക്കുന്നു എന്നായിരുന്നു ആരോപണം ഉയർന്നത്. JNU വീണ്ടും പ്രതിഷേധ കേന്ദ്രമായി. അതിനുശേഷം രാജ്യമെമ്പാടുമുള്ള നഗരങ്ങളിലും പട്ടണങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. മോദി സർക്കാരിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ ജനകീയ വെല്ലുവിളികളിൽ ഒന്ന്. അന്ന് ഉമർ ഖാലിദ് നടത്തിയൊരു പ്രസംഗം പിന്നീട് രാജ്യമാകെ ശ്രദ്ധിക്കപ്പെട്ടു. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അവർ അക്രമം നടത്തുകയാണെങ്കിൽ നാം അക്രമം കൊണ്ട് മറുപടി പറയില്ല. അവർ വിദ്വേഷം പ്രചരിപ്പിച്ചാൽ നാം സ്നേഹത്തിലൂടെയാണ് മറുപടി നൽകുക. ഈ വാക്കുകൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന സന്ദേശങ്ങളിൽ ഒന്നായി മാറി. പ്രതിഷേധങ്ങൾക്ക് സർക്കാരിൻ്റെ പ്രതികരണം കടുത്തതായിരുന്നു. പല സ്ഥലങ്ങളിലും പോലീസ് നടപടികളിൽ ആളുകൾ കൊല്ലപ്പെട്ടു. അതേസമയം ചില BJP നേതാക്കളുടെ പ്രകോപനപരമായ പ്രസംഗങ്ങളും വിവാദമായി. അന്തരീക്ഷം കൂടുതൽ സംഘർഷഭരിതമായപ്പോൾ 2020 ഫെബ്രുവരിയിൽ ഡൽഹിയിൽ മതവിഭാഗങ്ങൾ തമ്മിലുള്ള രൂക്ഷമായ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ച തെറ്റായ വിവരങ്ങളും അഭ്യൂഹങ്ങളും ആക്രമണങ്ങൾക്ക് ആക്കം കൂട്ടിയെന്ന് പിന്നീട് പല അന്വേഷണങ്ങളിലും തെളിഞ്ഞു. ഹിന്ദു ആൾക്കൂട്ടങ്ങൾ മുസ്ലിങ്ങളുടെ പള്ളികളും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ആക്രമിച്ചതായി മുസ്ലിം പേരുള്ളവരെയും മതപരമായ അടയാളങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞവരെയും ലക്ഷ്യമിട്ടതായും ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ചിലയിടങ്ങളിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുമുള്ള തിരിച്ചാക്രമണങ്ങളും ഉണ്ടായി. മരിച്ചവരിൽ ഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരുന്നു. 1000 മൈൽ അകലെ ഉണ്ടായിരുന്നിട്ടും ഡൽഹി പോലീസ് പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം സംഭവിച്ചു. BJPയുമായി ബന്ധപ്പെട്ട പ്രമുഖ നേതാക്കൾ ആരെയും പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം കലാപം നടക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് ഏകദേശം 1000 മൈൽ അകലെയായിരുന്ന ഉമർ ഖാലിദിനെ കലാപത്തിൻ്റെ മുഖ്യ ആസൂത്രകൻ എന്ന് അന്വേഷണ സംഘം വിശേഷിപ്പിച്ചു. അദ്ദേഹത്തോടൊപ്പം നിരവധി വിദ്യാർത്ഥി നേതാക്കളും മനുഷ്യാവകാശ പ്രവർത്തകരും പ്രതി ചേർക്കപ്പെട്ടു. രാജ്യത്തിനെതിരായ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ആക്രമണത്തിൻ്റെ ഭാഗമായാണ് മതകലാപം സംഘടിപ്പിച്ചത് എന്ന് അന്വേഷണ ഏജൻസി ആരോപിച്ചു. ഉമർ ഖാലിദ് ഈ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിച്ചു. ഒരു ദുരന്ത ലോകത്തിൽ നിന്നുള്ള കഥ പോലെയാണ് ഈ കുറ്റാരോപണങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു. 2020 സെപ്റ്റംബറിൽ പോലീസ് അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ വീട്ടിലെത്തി. തീവ്രവാദ വിരുദ്ധ നിയമമായ UAPA ഉൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട പല കേസുകളിലും തെളിവുകൾ കെട്ടിച്ചമച്ചതായും സാക്ഷിമൊഴികൾ വ്യാജമായി തയ്യാറാക്കിയതായും പോലീസിനെതിരെ ആരോപണം ഉയർന്നു. പോലീസ് ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയില്ല. അതേ കേസിലെ ചില പ്രതികൾക്ക് പിന്നീട് ജാമ്യം ലഭിച്ചു. എന്നാൽ ഉമർ ഖാലിദിൻ്റെ കാര്യത്തിൽ സ്ഥിതി മാറിയില്ല. അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച പല ജഡ്ജിമാരും കേസ് മാറ്റിവെക്കുകയോ മറ്റൊരു ബെഞ്ചിലേക്ക് മാറ്റുകയോ ചെയ്തു. അവസാനം സമർപ്പിച്ച എല്ലാ ജാമ്യാപേക്ഷകളും തള്ളപ്പെട്ടു.
BJP ഈ കേസിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് ആവർത്തിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ച കോടതി തീരുമാനങ്ങളെ പാർട്ടി നേതാക്കൾ പരസ്യമായി സ്വാഗതം ചെയ്യുന്നു. ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് ഏറ്റവും വലിയ ആശ്രയം പ്രതീക്ഷയാണെന്ന് ഉമർ ഖാലിദ് പറയുന്നു. എന്നാൽ ജാമ്യം കിട്ടുമെന്ന വിശ്വാസം വീണ്ടും വീണ്ടും തകരുമ്പോൾ ആ പ്രതീക്ഷ ഇല്ലാതാകുന്നു. ഓരോ തവണയും സ്വാതന്ത്ര്യം കിട്ടുമെന്ന പ്രതീക്ഷ ഉയരുന്നു, പിന്നെ അത് വീണ്ടും തകർന്നു വീഴും. അങ്ങനെ പ്രതീക്ഷ തന്നെ പതിയെ മരിച്ചു പോകുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ ജയിൽ ജീവിതം സഹിക്കുക അതീവ ദുഷ്കരമാകും. അത് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തകർക്കും. 6 വർഷത്തോളമായിട്ടും കേസിന്റെ വിചാരണ ആരംഭിച്ചിട്ടില്ല. പോലീസ് അന്വേഷണം എപ്പോൾ പൂർത്തിയാകുമെന്നതും വ്യക്തമല്ല. 6 വർഷം പിന്നിട്ടിട്ടും ഉമർ ഖാലിദിനെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയത് ജയിലല്ല, അദ്ദേഹത്തെ വേദനിപ്പിച്ചത് ജനാധിപത്യത്തെയും പൗരാവകാശങ്ങളെയും സംരക്ഷിക്കുമെന്ന് അവകാശപ്പെടുന്നവരിൽ പലരുടെയും നിശബ്ദതയാണ്. BJP അധികാരത്തിലെത്തിയ ശേഷം ഇന്ത്യയിലെ ജയിലുകളിൽ രാഷ്ട്രീയ കേസുകളിൽ കുടുങ്ങിയവരുടെ എണ്ണം വർദ്ധിച്ചു എന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകരുടെ വിലയിരുത്തൽ. അവരിൽ ചിലർ വിചാരണ പോലും പൂർത്തിയാകും മുമ്പ് ജയിലിൽ മരിച്ചു. ജസ്യൂട്ട് പുരോഹിതൻ, ആദിവാസി അവകാശ പ്രവർത്തകൻ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണം അത്തരം സംഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് ഉമർ ഖാലിദ് തൻ്റെ നിരാശ പറയുന്നത്. 6 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും നിരാശനാണ്. ചിലപ്പോൾ ഞാൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നലുണ്ട്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോടും അദ്ദേഹം കടുത്ത വിമർശനം ഉന്നയിക്കുന്നു. പൗര സമൂഹ സംഘടനകളും സാമൂഹിക പ്രവർത്തകരും പൊതുബുദ്ധിജീവികളും രാഷ്ട്രീയ തടവുകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി ശബ്ദം ഉയർത്തേണ്ടിയിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ജയിൽ ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായ അനുഭവം എന്താണെന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി ഹൃദയസ്പർശിയായിരുന്നു. ഒരേ സെല്ലിൽ കഴിയുന്നവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവരും ചിലപ്പോൾ പിന്നിൽ നിന്ന് തന്നെ തീവ്രവാദി എന്ന് വിളിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അത് കേൾക്കുമ്പോഴുണ്ടാകുന്ന വേദന കുറ്റാരോപണങ്ങളെക്കാൾ ആഴത്തിലുള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം അതൊരു മനുഷ്യനെ അവൻ്റെ മനുഷ്യത്വത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. ഈ പ്രചാരണങ്ങൾ ആളുകളുടെ കണ്ണിൽ എന്നെ മനുഷ്യനല്ലാത്ത ഒരാളാക്കി മാറ്റുകയാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്ന വാക്കുകൾ മുഴുവൻ അഭിമുഖത്തിൻ്റെയും ഏറ്റവും ശക്തമായ വരികളാണ്. മനുഷ്യത്വം പോലും ഒരു ഭാഗ്യമായി മാറിയിരിക്കുന്നു. എന്നെപ്പോലുള്ളവർക്ക് ആ ഭാഗ്യം പലപ്പോഴും ലഭിക്കാറില്ല. രാത്രികളാണ് ആശ്വാസം. എന്നാൽ തീഹാർ ജയിലിലെ എല്ലാ നിമിഷങ്ങളും ഒരുപോലെ കഠിനമല്ല. രാത്രിയാകുമ്പോൾ വാർഡൻ്റെ താക്കോൽ കൂട്ടത്തിൻ്റെ ശബ്ദം പതിയെ അകന്നു പോകുമ്പോൾ സെല്ലിൽ വീണ്ടും നിശബ്ദത മടങ്ങിയെത്തും. അപ്പോഴാണ് അദ്ദേഹം സ്വന്തം ലോകത്തിലേക്ക് മടങ്ങുന്നത്. ഭിത്തികളിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങളും ഡയറിയിൽ കുറിച്ച ചിന്തകളും അദ്ദേഹത്തിന് കൂട്ടാകുന്നു. അവയിൽ ഏറ്റവും പ്രിയപ്പെട്ടത് സ്വാതന്ത്ര്യ സമര സേനാനിയായ ഭഗത് സിംഗിൻ്റെ ചിത്രത്തിനടുത്തെഴുതിയ ഒരു വാക്യമാണ്. ബന്ധനങ്ങൾക്കുള്ളിലായിരിക്കുമ്പോഴും സ്വതന്ത്രനായി ജീവിക്കുന്ന ആ ഭ്രാന്തൻ ആത്മാവാണ് ഞാൻ. ആ വാക്കുകളാണ് ഓരോ രാത്രിയും അദ്ദേഹത്തിന് പ്രതീക്ഷ നൽകുന്നത്. അടുത്ത ദിവസത്തെയും അടുത്ത സന്ധ്യയും വീണ്ടും നേരിടാനുള്ള കരുത്ത് അവിടെ നിന്നാണ് അദ്ദേഹം കണ്ടെത്തുന്നത്. ഒരു വലിയ ചോദ്യവും. ഉമർ ഖാലിദിൻ്റെ അഭിമുഖം ഒരാളുടെ ജയിൽ ജീവിതത്തിൻ്റെ കഥ മാത്രമല്ല, അത് ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ, വിചാരണ വൈകുന്നത്, അഭിപ്രായ സ്വാതന്ത്ര്യം, രാഷ്ട്രീയ ഭിന്നാഭിപ്രായങ്ങളുടെ സ്ഥാനം, മനുഷ്യാവകാശങ്ങൾ, ജനാധിപത്യത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്നിവയെക്കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു രേഖ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ കുറ്റാരോപണങ്ങൾ കോടതി ഇതുവരെ പരിശോധിച്ച് അന്തിമമായ വിധിയിലെത്തിയിട്ടില്ല. അതേസമയം 6 വർഷത്തിലേറെയായി വിചാരണ പോലും ആരംഭിക്കാത്ത ഈ ജയിൽ ജീവിതം തുടരുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് നീതിന്യായ വ്യവസ്ഥ? ഏതു മട്ടിലാണ് നീതി ജനങ്ങൾക്ക് ലഭിക്കുക? ഈ സാഹചര്യത്തിൽ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു. വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരാളുടെ ജീവിതത്തിലെ വർഷങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അത് ശിക്ഷയാണോ അതോ നീതിയുടെ പരാജയമോ? ജയിലിലെ സന്ധ്യതകളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് ഉമർ ഖാലിദ് തൻ്റെ അഭിമുഖം ആരംഭിച്ചത്. ഓരോ അസ്തമയവും ജീവിതത്തിൽ നിന്ന് മറ്റൊരു ദിവസം കൂടി നഷ്ടപ്പെട്ടു എന്ന ഓർമ്മപ്പെടുത്തലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഓരോ രാത്രിയും ഭഗത് സിംഗിൻ്റെ വാക്കുകൾ വായിച്ചുകൊണ്ട് അദ്ദേഹം മറ്റൊരു ദിവസത്തേക്കുള്ള പ്രതീക്ഷ കണ്ടെത്തുന്നു. സ്വാതന്ത്ര്യം ഇനിയും അകലെയായിരിക്കാം, പക്ഷേ പ്രതീക്ഷയെ പൂർണ്ണമായി മരിക്കാൻ അദ്ദേഹം അനുവദിച്ചിട്ടില്ല. അതാണ് ഈ അഭിമുഖത്തിൻ്റെ ഏറ്റവും ശക്തമായ സന്ദേശം. എങ്ങനെയാണ് ഗാർഡിയൻ അഭിമുഖ ലേഖനം അവസാനിപ്പിക്കുന്നത്? വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം.